വിശുദ്ധ വേദപുസ്തക താളുകളിൽ സ്നേഹപൂർവം കോറിട്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അരുമ സ്നേഹിതരാണ് ബഥാന്യയിലെ സഹോദരങ്ങളായ ലാസറും സഹോദരിമാരായ മാർത്തയും മറിയയും. യേശുവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിൽ വളരെ തൽപരരായിരുന്നു അവർ മൂവരും. യേശുവിനെ അനുഗമിക്കുന്നതിൽ അല്പ വ്യത്യസ്തതകൾ ഉള്ളവരെങ്കിലും മൂവരും അവരുടെ ശിഷ്യത്വത്തിൽ ശ്രേഷ്ഠരായിരുന്നു. മാർത്ത തന്റെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നതിൽ അഗ്രഗണ്യെങ്കിൽ മറിയ തന്റെ ഗുരുവിനെ കേൾക്കുന്നതിൽ ഏറ്റവും തൽപര ആയിരുന്നു. ഈ വേദപുസ്തക 7 നവീകരിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സഹോദരങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാമെന്ന പരീക്ഷണത്തിലാണ് ഫിലഡൽഫിയ മാർത്തോമാ സുവിശേഷ സേവക സംഘം ഇവിടെ ശ്രമിക്കുന്നത്. തികച്ചും ആസ്വാദനത്തിനായി മാത്രം കൂട്ടിച്ചേർത്തിരിക്കുന്ന അനുകാലിക സംഭവങ്ങളും സംഭാഷണങ്ങളും ഉചിതമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഈ കഥയുടെ യഥാർത്ഥ സന്ദേശം ഗൗരവമായി സ്വീകരിക്കുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ പ്രാർത്ഥനാപൂർവം സ്നേഹപുരസരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇന്നിന്റെ മാർത്ത. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ പണി മുഴുവൻ കിടക്കുന്നു. ഈ പണിയൊക്കെ ഒന്ന് തീർന്നിരുന്നെങ്കിൽ എനിക്ക് കൂടി യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം. നീ പോയി റെഡിയായിക്കോ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ആ, നീ ഇവിടെ പാട്ടും പാടി മഴയും പെയ്ച്ചുകൊണ്ടിരുന്നാൽ ഇവിടുത്തെ പണി തീരുമോ മറിയേ? യേശുവിനെ ഇന്ന് ഇവിടെ അത്താഴത്തിന് വിളിച്ചിരിക്കുന്ന കാര്യം നീ മറന്നുപോയോ? അപ്പോൾ ഞാനും കൂടി വന്നാൽ എങ്ങനെയാ? സദ്യ ഒരുക്കണ്ടേ? ആപ്പിറ്റൈസർ വേണം, കട്ട്ലേറ്റ് വേണം, പപ്സ് ഉണ്ടാക്കണം, ബിരിയാണി വയ്ക്കണം, ചപ്പാത്തിയും ചിക്കൻ കറിയും വേണം, പിന്നെ ഡെസേർട്ട് ഉണ്ടാക്കണം. അങ്ങനെ എന്തെല്ലാം ഒരുക്കിയാലാ ഇവിടുത്തെ പണികൾ തീരുക? മാർത്തേ, നമ്മൾ യേശുവിനെയല്ലേ വിളിച്ചിരിക്കുന്നത്. യേശുവിന് ഈ പറഞ്ഞ 5 കോഴ്സ് മീൽ ഒന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിന്റെ ഇഷ്ടഭക്ഷണം. കുറെ അത്തിപ്പഴവും കൂടി ആയാൽ ഏറെ സന്തോഷം. ഓ, അത് നമുക്ക് ആ സൂസൻ ബെന്നിയുടെ വീട്ടിൽ നിന്ന് പ്രസംഗം കേട്ട് മടങ്ങി വരുമ്പോൾ പറ്റാ പോലെ. എടാ ലാസറേ, നീ ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു? നീ അറിഞ്ഞില്ല ഗലീലക്കര കൺവെൻഷൻ നടക്കുന്നത്? യേശുവാണ് ഈ വർഷത്തെ മുഖ്യ പ്രഭാഷകൻ. വലിയ അത്ഭുതങ്ങളല്ലേ അവിടെ നടക്കുന്നത്. ചെടികൾ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. വളരെ അനുഗ്രഹീതമായ രോഗശാന്തി ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ലാസറേ, എനിക്കും കൂടി വരണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്നാൽ യേശുവിനെയല്ലേ ഡിന്നറിന് വിളിച്ചിരിക്കുന്നത്? ആ കാര്യം നീ മറന്നുപോയോ? ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും തീർന്നിട്ടില്ല, ആരും സഹായത്തിനുമില്ല. എന്നാൽ നീ വാ മറിയ, നമുക്ക് പോകാം. ഈ മാർത്തയുടെ പരാതി തീർന്നിട്ട് ഒന്നും നടക്കും. അത് കൊള്ളാം. ഏതായാലും നിങ്ങൾക്ക് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിക്കൊണ്ടുവരണം. എന്നാ മാർത്ത ഇത്? ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള മുഴുവൻ സാധനങ്ങൾക്ക് പുറമെ കുട്ടനാട് സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങളും ഉണ്ടല്ലോ. അതെ, ഇവിടെ ചിക്കൻ ഇല്ല, കട്ട്ലേറ്റിനുള്ള ബീഫ് ഇല്ല, കുറച്ച് മല്ലിയില വാങ്ങണം, കണ്ടൻസ്ഡ് മിൽക്കും ക്രീം ചീസും കൂടെ വാങ്ങിക്കണം. ഓ ശരി ശരി, വിവരിക്കണം. പ്രസംഗം കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. എന്നാൽ നമുക്ക് പോകാം ലാസറച്ചായ. മാർത്തേ, നീയും കൂടി വരുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോകാമായിരുന്നു.
ഗുരു നിന്നെ തീർച്ചയായിട്ടും തരും. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് മറിയെ. ആ മുണ്ടപ്രാക്കിലെ സോഫിയുടെ വീട്ടിൽ കൊടുത്തതിൽ ഏറ്റവും ഭംഗിയായി യേശുവിന് വിരുന്ന് നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ എനിക്കത് നാണക്കേടാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി പെട്ടെന്ന് തിരിച്ചു വരണേ. മാർത്തേ, യേശു ഗിരി പ്രഭാഷണത്തിൽ നമ്മെ പഠിപ്പിച്ചത് എന്തെന്ന് നിനക്ക് ഓർമ്മയില്ലേ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നല്ലേ? അതൊക്കെ ശരി തന്നെ. ഒന്ന് ചത്താലല്ലേ മറ്റൊന്നിന് വളമാകൂ. എന്നും ഇവിടുത്തെ പണി മുഴുവനും ഞാൻ തന്നെ ചെയ്യണം. എന്നാൽ ശരി ശരി, ഞങ്ങൾ പോകട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്ത് എന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. സൂമിലൂടെയോ ലൈവ് സ്ട്രീമിലോ ആണ് കാണുന്നതെന്ന് പറഞ്ഞാൽ മതി. പിന്നെ മറിയ, അവിടെ അത്ഭുതം വല്ലതും നടന്നാൽ അപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തേക്കണേ. ശരി ശരി. ഏതായാലും ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യണം. എന്നാൽ പിന്നെ ഇച്ചിരി നേരം വിശ്രമിക്കട്ടെ, എന്നിട്ട് തുടങ്ങാം. ആ സലോമി, നീയായിരുന്നോ? എന്താടി വടിയൊക്കെ ആയി? നല്ല സ്വർണം പൂശിയ വടിയാണല്ലോ നീ പിടിച്ചിരിക്കുന്നത്. കണ്ടിട്ട് മോശയുടെ അംശവടി പോലെ ഉണ്ടല്ലോടി. ഇനി ഇത് മോശയുടെ അമിതവഴിയൊന്നും അല്ല. ആ മൂലമാവിന്റെ അടുത്ത് നിന്ന് ഏറ്റവും കാശ് കൊടുത്ത് മേടിച്ചതാണ്. നമ്മുടെ കണ്ണിക്കാൻ മണ്ഡലത്തിന് പോയിട്ട് വന്നപ്പോൾ കൊടുത്തു വിട്ടത്. ഇതിന്റെ വില നിനക്കറിയാമോ? നിങ്ങൾക്കും അല്ല, 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം. മാസത്തെ എന്തുണ്ട് വിശേഷങ്ങൾ? നീ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ചെയിൻ പ്രയർ ഒക്കെ നടക്കുകയല്ലേ. എന്നാൽ നീ പ്രാർത്ഥിച്ചു, ഞാൻ പിന്നീട് വരാം. ഓ, പ്രാർത്ഥന അതൊക്കെ നമുക്ക് പിന്നെയും ആകാമല്ലോ. നീ ഇരിക്കെ. ഒത്തിരി നാളായല്ലോ നിന്നെ കണ്ടിട്ട്. അതിരിക്കട്ടെ, നീ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ എന്നെ അടി പോകാനേ? ഓ, പറ്റിയില്ല. എനിക്ക് പ്രസംഗം 1-2 ദിവസമാണ്. 15 ദിവസം നിൽക്കുകയല്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആണേല് സയൻസ്, ഡോക്ടർ, മ്യൂസിക് കൂടാതെ പരീക്ഷയും. ഇതല്ലേ പറ, ഈ പ്രസംഗമാണോ അതോ പരീക്ഷയാണോ? അതിപ്പം നീ ചോദിച്ചാൽ പരീക്ഷ തന്നെയാടി വലുത്. നീ ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ സേവ്യാസങ്ങളുടെ പടങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തെറ്റുകാരും ഒക്കെ കൊടുത്ത് ഇതെല്ലാം ഇതിനാണോ ഇത്രമാത്രം? ഞാനൊന്നും ടൈപ്പും ചെയ്തില്ല, കേറും ചെയ്തില്ല. നീയും ടൈപ്പ് ചെയ്യാനൊന്ന് പോകണം. ആഹാ, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. അതാണെങ്കില് നിന്റെ ക്ലാസ് റീജിയണൽ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുകയല്ലേ, പ്രാക്ടീസിനും പോകണം. എനിക്കാണെങ്കില് ഫയർ പ്രാക്ടീസ്, പിന്നെ മുംബൈക്കും പോകണം. എന്നാൽ ശരിയടി, എനിക്കാണെങ്കിൽ യേശുവിന് ഡിന്നർ കൊടുക്കണം. ഒരു 5 കോഴ്സ് മീലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അയ്യോ, എന്നാൽ ഞാൻ വൈകിട്ട് വരാം. എനിക്കും യേശുവിനെ കാണും. ഞാൻ പോയിട്ട് വരാം. ഓ, ഇന്ന് നമ്മുടെ സേവിയ സംഘം സെക്രട്ടറിയുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. 23 വർഷമോ? അവളെ കണ്ടാൽ 23 വയസ്സേ പറയും. എന്തായാലും ഒരു കുട്ടി കൊടുത്തേക്കാം. അത് പാവോ. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പം ഏത് പുരുഷാണോ ഇങ്ങോട്ട് കയറുന്നത്? ഒരു പണിയും ഞാൻ സമ്മതിക്കത്തില്ല. ആഹാ, ആരൊക്കെയാ ഇത്? റെബേക്കയും സൂസനെയോ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. വാ, കയറിയിരിക്കെ. അതെ, എന്നെ മാത്രം കണ്ടിട്ടല്ലോ. രാവിലെ അനിയത്തിയുമൊക്കെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എടി, യേശുവിനെ എന്നെ ഇവിടെ ഡിന്നറിന് വിളിച്ചു. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായി. ഓ, എനിക്കത്ര അനുഗ്രഹീതമായൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ നീ പ്രസംഗം കേൾക്കാനല്ലോ വരുന്നത്. അല്ലാതെ സാരി, ചുരിദാറും മേക്കപ്പ് ഒക്കെ നോക്കാനല്ലേ. അല്ല മാർക്കെ, നീ അങ്ങനെ കറുത്ത് കരുവാളിപ്പിടിക്കുകയാണല്ലോ. എനിക്കായാലും ചേച്ചി ഒന്നും ചെയ്യാറില്ല. എന്തോ പറയാനാണ്? ജോലി കഴിഞ്ഞിട്ട് എനിക്ക് എവിടെ സമയം? അല്ലെങ്കിൽ ആര് കാണാനാ നമ്മുടെയൊക്കെ മുഖം? നിങ്ങൾ നമ്മുടെ പള്ളിയിലെ വിവരങ്ങൾ വല്ലതും അറിയുന്നുണ്ട്. RSS, ടെക്നിക്,
പ്രോഗ്രാം ഗോൾഡൻ ജൂബിലി ഇനാഗ്രേഷൻ. പിന്നെ ഇടവമേഷനാണെങ്കിൽ എല്ലാ കോൺഫറൻസിൻ്റെയും കോൺട്രാക്ട് ഒരുപാട് തിരക്കുണ്ട്. നമ്മുടെ 50 വർഷം ജൂബിലി വലിയ ഗംഭീരമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മുടെ കുട്ടിയത്തിന് നിലം തൊടിയിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ സെക്രട്ടറി ബിജുവിൻ്റെ ഇതിനെക്കുറിച്ചുള്ള വിവരമൊക്കെ നീ കേട്ടായിരുന്നു? ഞാൻ എങ്ങനെ അറിയാനും? ആ മറിയ വന്നാൽ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അതേക്കാം നമുക്കറിയണം. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കും വെടിക്കും വിശുദ്ധിയുള്ളതായിരിക്കണമെന്ന്. ഓ, ഒരു വിശുദ്ധ വന്നിരിക്കുന്നു. ആട്ടെ, നിനക്ക് എൻ്റെ സഹായം വല്ലതും വേണോ? എടി, എന്നാൽ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞതാ. അയ്യോ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ഓഫീസിൽ നിന്ന് വരാറായി. ഒരിടം വരെ പോകാൻ റെഡിയായില്ലെന്നോ എന്നോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ പോകട്ടെ, വൈകിട്ട് കാണാം. പിന്നെ അവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കൈയെല്ലാം കറയാകാൻ. ഞാൻ ഇന്നലെ മാനിക്കർ ചെയ്തതേ ഉള്ളൂ. നെയിൽ പോളിഷ് എല്ലാം വൃത്തിയാടാം. എന്നാലും സഹായിക്കാൻ മതി. മാർത്തേ, ജോലിയൊക്കെ എന്തുവായി? കഴിഞ്ഞോ? എന്ത് പറയാനാ, ഒന്നും കഴിഞ്ഞില്ല. സമയം പോയത് അറിഞ്ഞില്ല. ഏതായാലും നീ എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് പണി തീർക്കാം. നീ പറഞ്ഞതെല്ലാം ഇവളിവിടെ ഫേസ്ബുക്കും യൂട്യൂബും നോക്കി സമയം കളയുമെന്ന് എനിക്ക് അന്നേരെ അറിയായിരുന്നു. യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചതല്ലേ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന്. ഇത് ഇവരെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. ഫുഡ് റോയിയുടെ ഓർഡർ ചെയ്യണമെന്ന് തോന്നുന്നു. മാർത്തേ, മറിയേ, യേശു വരുന്നു. നിങ്ങൾ ഇതുവരെ റെഡിയായി? മറിയ ഇങ്ങോട്ട് വരാനില്ലേ നിന്നോട് പറഞ്ഞത്? ഞാൻ യേശുവിന്റെ കാലത്തെ അല്പസമയം ഇരിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എന്റെ ഗുരുവെ അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ വന്നൊന്ന് സഹായിക്കാൻ പറഞ്ഞാലും ഗുരുവേ. മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണം, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആരും അവളിൽ നിന്ന് എടുക്കുകയും ഇല്ല. ഇത് പ്രസ്ഥാനമായതിനാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും